നമ്മൾ ചില മണ്ഡലങ്ങളിൽ നമ്മളത് കണ്ടതാണ്. പ്രത്യേകിച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ അവിടെ കേന്ദ്രീകരിച്ച് ദീർഘകാലം പ്രവർത്തിച്ചതിന് ശേഷമാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായത്. അതേ തന്ത്രം തന്നെ സംസ്ഥാനത്ത് വിവിധ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ പ്രയോഗിക്കാനാണ് BJP ഇക്കുറി ശ്രമിക്കുന്നത്. ഇനി കാണാം പ്രസ് സ്റ്റോപ്പ്. പ്രസ് സ്റ്റോപ്പിൽ നമുക്കൊപ്പം ചേരുന്നത് ലിജോ വർഗീസാണ്. ലിജോ, ഗുഡ് മോർണിംഗ്. എന്തെല്ലാമാണ് പത്രവാർത്തകൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. പല പത്രങ്ങളിലും പലതരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് UGC ഉണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. മാധ്യമം പറയുന്നത് നെറ്റിലും പൊള്ളി എന്നാണ്. UGC നെറ്റ് റദ്ദാക്കൽ കേന്ദ്രം പ്രതിരോധത്തിൽ. ഒരു പരീക്ഷ പോലും കൃത്യമായി നടത്താൻ കഴിയുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി. ഫലം വൈകിപ്പിച്ചത് പാർലമെൻറ്റ് സമ്മേളനം കഴിയാൻ വേണ്ടി എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ ആ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇന്ന് ഉള്ളത്. ദേശാഭിമാനി പറയുന്നത് നെറ്റിലും ചതി എന്നാണ്. UGC നെറ്റ് റദ്ദാക്കിയതിൽ രാജ്യവ്യാപക പ്രതിഷേധം. യുവജന രോഷം ഭയന്ന കേന്ദ്ര സർക്കാർ. പുനഃപരീക്ഷ സെപ്റ്റംബർ 9-നും 10-നും എന്നാണ്. NDA പിരിച്ചുവിടണമെന്ന് CPM ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുന്നത്. ചന്ദ്രിക പറയുന്നത് നെറ്റിൽ കുരുങ്ങി കേന്ദ്രം എന്നാണ്. കുറേ കൂടി ഹെഡ്ലൈൻ വൈസ് കുറേ കൂടി നല്ല ഹെഡ്ലൈനാണ്. നെറ്റിൽ കുരുങ്ങി കേന്ദ്രം. മോദി സർക്കാർ വീണ്ടും പ്രതിരോധത്തിൽ. വ്യാപക പ്രതിഷേധം. NDA ചൂഷണ യന്ത്രം എന്നുള്ളതാണ്. ആ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ചന്ദ്രിക ഒന്നാം പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപിക ഇതിനുശേഷം നടന്ന നടപടികളെക്കുറിച്ചാണ് പറയുന്നത്. ഞെട്ടി ഉണർന്ന് NTA എന്നാണ് ദീപികയുടെ ഹെഡ്ലൈൻ. സമ്പൂർണ്ണ പരിഷ്കാരം. പരീക്ഷാ ക്രമക്കേട് 50 ഉദ്യോഗസ്ഥരെ മാറ്റി എന്നുള്ള കാര്യമെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ്. നിർണായക മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുകൂടി പറയുന്നുണ്ട്. പുതിയ തസ്തികകൾ നിയമനവും ഉണ്ടാവും. സ്വകാര്യ മേഖലയിലെ വിദഗ്ധർ വരും. സുരക്ഷാ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കും. നെറ്റ്വർക്ക് വിച്ഛേദിക്കും. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ദീപിക ഒന്നാം പേജിൽ അവരുടെ വാർത്ത ഈ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ കൗതുകമുള്ള കാര്യം, കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള 2 പത്രങ്ങൾ മാതൃഭൂമിയും മനോരമയും ഒന്നാം പേജിൽ ഈ വാർത്ത നൽകിയിട്ടില്ല എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. മാതൃഭൂമി പക്ഷേ അതിന് പകരം ജാർഖണ്ഡിലും സമരം വിജയം എന്നുള്ള വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. JSSC CGL പരീക്ഷകൾ റദ്ദാക്കിയെന്നാണ്. 2014 മുതലുള്ള ക്രമക്കേടുകളിൽ CID അന്വേഷണം നടക്കും എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഉദ്യോഗാർത്ഥികളുടെ കടുത്ത പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് ജാർഖണ്ഡ് സർക്കാർ പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും വിവാദത്തിലായ പരീക്ഷകൾ റദ്ദാക്കുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യം മാതൃഭൂമി ഒന്നാം പേജിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴും രാജ്യത്തെ ആകെ ബാധിക്കുന്ന വിഷയത്തിൽ ഒന്നാം പേജിലോ ആ വാർത്ത ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വീക്ഷണം പത്രം പറയുന്നൊരു വാർത്ത, അത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ്. വാണിജ്യ കുതിപ്പിന് വിഴിഞ്ഞം എന്നാണ്. തുറമുഖത്തെ എക്സിം പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം എന്നുള്ളതാണ്. വൻകിട കപ്പലുകൾക്കും നങ്കുരമിടാൻ പറ്റുന്ന കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുകൂടി വീക്ഷണം അവരുടെ ഒന്നാമത്തെ പേജിലെ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ മനോരമയുടെ പ്രധാനപ്പെട്ട തലക്കെട്ട് എന്ന് പറയുന്നത് ഇറക്കി വിട്ടാൽ പിടിച്ചിറക്കും എന്ന തലക്കെട്ടാണ്. വയോജന സംരക്ഷണം. ട്രൈബ്യൂണലിന് മക്കളെ ഒഴിപ്പിക്കാമെന്നാണ്. നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. അന്തസ്സോടെ ജീവിക്കാനാകണം എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളതാണ് മനോരമ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കൗമുദി ആ വാർത്തയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനെ കുറേ കൂടി വ്യക്തത അതിൽ വരുത്തിയിട്ടുണ്ട്. കൊച്ചുമക്കളെയും ഇറക്കി വിടാം എന്നാണ്. വീട്ടിൽ വൃദ്ധരെ സംരക്ഷിക്കാത്ത കൊച്ചുമക്കളെയും ഇറക്കി വിടാമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ തന്നെ വൃദ്ധർ അന്തസ്സിൻ്റെ പ്രതീകമെന്ന് സുപ്രീം കോടതി പ്രധാനമായി നിരീക്ഷിച്ച കാര്യം കൂടി പറയുന്നു. ട്രൈബ്യൂണൽ എന്തൊക്കെ അധികാരം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് കേരള കൗമുദി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമത്തിൽ സബ് ഡിവിഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് തലത്തിലെ ട്രൈബ്യൂണലുകളുടെ അധികാരത്തെക്കുറിച്ച് പറയാവുന്ന വിധം സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് MP പ്രദീപ്കുമാറിൻ്റെ ബൈലൈനിലുള്ള കേരള കൗമുദിയുടെ ആ വാർത്ത ഇന്ന് ഒന്നാം പേജിൽ വന്നിരിക്കുന്നത്.
കോടതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് സുപ്രഭാതത്തിലാണ്. നിരക്ക് കൂട്ടി പറക്കേണ്ട എന്നാണ് വിമാന കമ്പനികൾക്ക് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ്. നിർദ്ദേശം പാലിക്കാത്ത കമ്പനികളുടെ സർവീസുകൾ നിർത്തിവെക്കണം എന്നാണ്. സ്കൂൾ തുറക്കലും അവധിയും ഗൾഫ് ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് സുപ്രഭാത വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സീസണുകളിൽ നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുന്ന വിമാന കമ്പനികളുടെ നയങ്ങൾക്കെതിരെ വ്യാപക പരാതികൾ നിലനിൽക്കെ കടുത്ത നിലപാടുമായി സുപ്രീം കോടതി. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വിമാന കമ്പനികളുടെ സർവീസുകൾ നിർത്തിവെക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് സുപ്രഭാതത്തിൽ ആ വാർത്ത. മറ്റ് പത്രങ്ങളിൽ ഈ വാർത്ത കണ്ടില്ല. സുപ്രഭാതത്തിലാണ് ഈ വാർത്ത ഇന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി ഒന്നാം പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കാണുന്നത്. മറ്റൊരു വാർത്ത ജനയുഗത്തിലുള്ളത്. മറ്റ് പത്രങ്ങളിലൊന്നും ഈ വാർത്ത ഇന്ന് കണ്ടിട്ടില്ല. എഥനോൾ ഇന്ധനത്തിനെതിരെ മോദിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നാണ്. കാർഷിക മേഖലയെ ദുർബലമാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. എഥനോൾ മിശ്രിത ഇന്ധനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ. എഥനോൾ മിശ്രണം നേട്ടങ്ങൾ കൊണ്ടുവരില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യമാകെ പ്രതിഷേധം പുകയുന്നതിനിടെയാണ് മോദിയുടെ ഉപദേശകൻ പദ്ധതിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നതെന്നാണ് ജനയുഗം അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമി പത്രത്തിൽ മറ്റൊരു വാർത്തയുണ്ട്. മാതൃഭൂമിയിലും ജന്മഭൂമിയിലും അതോടൊപ്പം തന്നെ മെട്രോ വാർത്തയിലുമാണ് ഈ വാർത്ത ഇന്ന് ഒന്നാം പേജിൽ കണ്ടത്. 254 പേർ അറസ്റ്റിലെന്നാണ്. ഷഹസാദ് ഭട്ടി ഭീകര ശൃംഖല തകർത്തു എന്നാണ്. തകർത്തത് വൻ ഭീകരാക്രമണ പദ്ധതി എന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ പിന്തുണയുള്ള ഷഹസാദ് ഭട്ടി ഭീകര ശൃംഖലയുടെ 254 പേരെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ. അറസ്റ്റിലായവരിൽ 2 പേർ കേരളത്തിൽ നിന്നാണ്. സ്വാതന്ത്ര്യദിനം ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്ത വൻ ഭീകരാക്രമണ പദ്ധതിയാണ് തകർത്തത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയും ഒന്നാമത്തെ പേജിൽ ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമ പത്രത്തിലേക്ക് വന്നാൽ അത് BJPയുടെ പുനഃസംഘടനയും BJP പാർട്ടിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. BJPയിൽ ഇളക്കി പ്രതിഷ്ഠ എന്നാണ് മാധ്യമം അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. സ്മൃതി ഇറാനിയും റാം മാധവും തിരിച്ചെത്തി. അബ്ദുള്ള കുട്ടിയെ ഒഴിവാക്കി. പാറ്റ വിപ്ലവത്തിന്റെ ആഘാതം. അമിത് മാളവയെ തെറിച്ചു എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം ഒന്നാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയിൽ ഒരു വാർത്തയുണ്ട്. അത് രാജ്യഭീഷണിയുമായി MP-മാർ എന്നുള്ള വാർത്തയാണ്. KPCC പ്രസിഡന്റ് തർക്കം രൂക്ഷം. KPCC പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ചർച്ച അന്തിമഘട്ടത്തിലായതോടെ നേതാക്കളുടെ രാജ്യഭീഷണിയും കൂട്ടയടി മുന്നറിയിപ്പും തഴയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ 4 MP-മാർ രാജ്യഭീഷണി മുഴക്കി എന്നുള്ളതാണ്. തർക്കം പരിഹരിക്കാനായില്ലെങ്കിൽ പട്ടികയിലില്ലാത്ത ഒരാളെ പരിഗണിച്ചേക്കും എന്നുകൂടി ദേശാഭിമാനി ഒന്നാമത്തെ പേജിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ദേശാഭിമാനി അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വീക്ഷണം പറയുന്നത് ഉപനേതാവിൽ ഉടക്കൊഴിയുന്നില്ല എന്നാണ് വീക്ഷണം പറയുന്നത്. മുന്നണി യോഗത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് വിഷയം ചർച്ചയായില്ലെന്ന് CPM, നിലപാടിൽ മാറ്റമില്ലെന്ന് CPI പറഞ്ഞു എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചോണ്ട് ഇന്നലെയായിരുന്നു ഇടതു മുന്നണി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത ഒന്നാമത്തെ പേജിൽ വീക്ഷണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദീപികയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് CJPക്ക് പിന്നാലെ ട്രെൻഡിംഗ് ആയി ദിമാഗി നക്സൽ പാർട്ടി എന്നാണ്. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വിവാദ പരാമർശത്തെയും തങ്ങളുടെ മൂർച്ചയുള്ള ആക്ഷേപഹാസ്യം കൊണ്ട് ഡിജിറ്റൽ ലോകം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് പാർട്ടികൾ. അങ്ങനെയാണ് ഇപ്പോൾ ദിമാഗി നക്സൽ എന്നുള്ളത്. സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദിമാഗി നക്സൽ പാർട്ടി എന്ന പുതിയ പാർട്ടി. അത് ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം, അതായത് 24 മണിക്കൂറിനുള്ളിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് സ്വന്തമാക്കി ദിമാഗി നക്സൽ പാർട്ടി എന്നാണ് ദീപിക റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കേരളം എന്നൊരു വാർത്ത കൂടിയുണ്ട്. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടു. ഔദ്യോഗിക പേര് കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പിട്ടതോടെ പേരുമാറ്റം ഔദ്യോഗിക നിയമമായി മാറി എന്നുള്ള കാര്യം കൂടി ദീപിക ഒന്നാമത്തെ പേജിൽ ഇന്ന് ആ വാർത്ത കൂടി നൽകുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ തരത്തിലുള്ള 2 വാർത്തകൾ ഇന്ന് മാധ്യമത്തിലും അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിലുമുണ്ട്. അതിലൊന്ന് ഗസ സമാധാന പദ്ധതി ഹമാസുമായി ചർച്ച നടത്തി US എന്നാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗസ സമാധാന പദ്ധതിയിൽ നടപ്പാക്കാൻ ഹമാസുമായും ഇസ്രായേലുമായും ചർച്ച നടത്തി ഇതാദ്യമായാണ് US പ്രതിനിധി ഹമാസ് നേതാവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ്. കെയ്റോയിലെത്തിയ ജെറാഡ് കുഷ്ണർ
ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്തഹ് അൽ സിസിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള ചിത്രം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദിവസം 40 ഗസക്കാർ കൊല്ലപ്പെടണമെന്ന വംശീയ പ്രസ്താവന ബെൻഗൂർ നടത്തിയതുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ മന്ത്രി നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി സുപ്രഭാതം ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാധ്യമം പറയുന്നത് ഹോമൂസ് ഒമാനുമായി ധാരണയിലെത്തിയെന്ന് ഇറാൻ എന്നാണ്. US ഇറാൻ വെടിനിർത്തൽ കാലാവധി അവസാനിച്ചു. തുടർ ചർച്ചകളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്ന പദ്ധതിയിൽ ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ വ്യക്തമാക്കിയത്. സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒമാനുമായിട്ടുള്ള ഇറാന്റെ ഇപ്പോഴത്തെ ചർച്ചകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉൾപേജുകളിലേക്ക് പോയാൽ മനോരമയിൽ 9ാമത്തെ പേജിൽ ഒരു വാർത്തയുണ്ട്. അത് ഈ BJPയുടെ ഇപ്പോഴത്തെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് ഇങ്ങനെയാണ്: തലമുറ മാറ്റം ഉണ്ടായില്ല, ഇനി മന്ത്രിസഭ അഴിച്ചുപണി എന്നാണ് ജോമി തോമസ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. BJPയുടെ സംഘടനാ നേതൃനിരയിൽ അഴിച്ചുപണിയിൽ മുഖങ്ങൾ പലതും മാറി, എന്നാൽ തലമുറ മാറ്റം എന്ന് പറയാനാവില്ല. അടുത്ത വർഷം ആദ്യ പകുതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന UP, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ലക്ഷ്യം വെച്ചുള്ള ജാതി പരിഗണനകളും വ്യക്തമാണ് എന്നാണ് അത് 4 കോളം വലിയ വാർത്തയായി തന്നെ മനോരമ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അനാലിസിസ് ആണ് മാതൃഭൂമി കൊടുക്കുന്നത്. മാതൃഭൂമി 7ാമത്തെ പേജിൽ പറയുന്നത് തട്ടകങ്ങളിൽ ചോരാതിരിക്കാനുള്ള ജാഗ്രത എന്നാണ് 7ാമത്തെ പേജിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ പാർട്ടിയിലും സർക്കാരിലും ഇല്ലാത്ത നിലയിലായി എന്നുള്ള കാര്യം കൂടി ആ വാർത്തയിൽ മാതൃഭൂമി പറയുന്നുണ്ട്. വോട്ടുറപ്പും സംഘടനാ ബലവും ഉണ്ടെന്ന് കരുതപ്പെടുന്ന മേഖലകളിൽ പ്രതിപക്ഷ നീക്കങ്ങളും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ അലയൊലികളും ക്ഷീണമായെന്ന തിരിച്ചറിവിലാണ് BJP ദേശീയ ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ പ്രതിഫലിക്കുന്നത് എന്ന് ആണ് മാതൃഭൂമി അവരുടെ പ്രധാനപ്പെട്ട ഉൾപേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് നൽകിയിരിക്കുന്നത്. മാധ്യമത്തിലൊരു വാർത്തയുണ്ട്. അത് CJPയുടെ ക്യാമ്പയിൻ ജൻ ആൽഫ തെരുവിൽ എന്നുള്ള വാർത്തയാണ്. CJPയുടെ ക്യാമ്പയിൻ തരംഗമാവുന്നു. ജൻ ആൽഫ സ്കൂളുകളിൽ നിന്ന് തെരുവുകളിലേക്ക് എന്നാണ്. ജന്തർ മന്തർ സമരത്തിന്റെ വിജയത്തിന് പിന്നാലെ രാജ്യത്തെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന ജൻ ആൽഫയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് മാധ്യമം ഈ വാർത്തയിലൂടെ പറയുന്നത്. സ്കൂൾ ടീറ്റ് കരോ ക്യാമ്പയിന് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു. പല സ്കൂളുകളും ശോച്യാവസ്ഥയിലാണെന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്ന് ഉത്തർപ്രദേശിൽ പലയിടങ്ങളിലും വലിയ തോതിലുള്ള സമരം നടക്കുന്നു. മധ്യപ്രദേശിലും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായി തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. സ്പോർട്സ് പേജിൽ മനോരമയിൽ പറയുന്നത് സ്പിൻ ഡേ എന്നാണ്. ഒന്നാം ഇന്നിങ്സിൽ ശ്രീലങ്ക, അതായത് ടെസ്റ്റ് മത്സരത്തിൽ ഒന്നാം ഇന്നിങ്സിൽ ശ്രീലങ്ക 284 പുറത്ത് ഇന്ത്യക്ക് 178 റൺസ് ലീഡെന്നാണ്. മറ്റൊരു വാർത്ത കൂടി സ്വപ്നത്തൂവൽ എന്നാണ്. ലോക 1-ാം നമ്പർ താരത്തെ അട്ടിമറിച്ച് ആയുഷ് ഷെട്ടി, PV സിന്ധുവിനും വിജയത്തുടക്കം എന്നുള്ളതാണ്. ബാഡ്മിൻ്റൺ ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ വാർത്ത കൂടി മനോരമയിൽ ആ വാർത്ത ഉണ്ട്. മാതൃഭൂമി കറക്കു സൂത്രം എന്നാണ് സമാനമായ വാർത്തയ്ക്ക് ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിന് നൽകിയിരിക്കുന്ന ഹെഡ്ലൈൻ എന്നുള്ളതാണ്. 2 എഡിറ്റോറിയലുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലൊന്ന് മാധ്യമത്തിൽ എഡിറ്റോറിയലാണ്. ചീഫ് ജസ്റ്റിസിൻ്റെ പ്രത്യാശ പകരുന്ന പ്രസ്താവന എന്നാണ്. തന്നെ പ്രതിരോധിക്കാനും പിന്തുണയ്ക്കാനും എന്ന ഭാവേന രംഗത്ത് വന്ന ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയും തന്നെ വിമർശിക്കുന്നവർക്ക് അതിനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയുമാണ് ചീഫ് ജസ്റ്റിസ് ചെയ്തത് എന്നാണ് ഈ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത്. ഭരണകൂടത്തിൻ്റെ ഒത്താശയിൽ മാധ്യമങ്ങൾ തന്നെ കൂട്ടുനിൽക്കുകയും ഭരണകൂട വിഗ്രഹങ്ങൾക്ക് നേരെയുള്ള വിമർശനങ്ങൾക്ക് നിയമ നടപടികളോ പ്രതികാര നടപടികളോ നേരിടേണ്ടി വരുമ്പോൾ അത്തരം ഒന്നും തനിക്ക് തടസ്സമല്ല എന്ന് ഒരു ന്യായാധിപൻ പറയുന്നത് ജനാധിപത്യത്തിന് നൽകുന്ന പ്രത്യാശ ചെറുതല്ല എന്നാണ് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത്. സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അത് NDA പിരിച്ചുവിടണം എന്നാണ് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ. പുതിയ സംവിധാനത്തിൽ സുതാര്യതയാണ് പ്രധാന തത്വമാകേണ്ടത്. പരീക്ഷാ കേന്ദ്രം മുതൽ ഫലം പ്രസിദ്ധീകരിക്കുന്നവരെ ഓരോ ഘട്ടവും പരിശോധിക്കാൻ കഴിയുന്ന വിധത്തിൽ സമഗ്രമായ ഓഡിറ്റ് സംവിധാനം വേണം എന്ന് സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നു. രാജ്യത്തെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷകൾ വിശ്വാസ്യതയുടെയും നീതിയുടെയും സുതാര്യതയുടെയും മാതൃകയാകണം. വിദ്യാർത്ഥികൾക്ക് ഇനി വേണ്ടത് വാഗ്ദാനങ്ങളല്ല, വിശ്വസിക്കാവുന്ന പരീക്ഷാ സംവിധാനമാണ് എന്ന് സുപ്രഭാതം പറയുന്നു. അത്തരത്തിൽ വ്യത്യസ്തമായ വാർത്തകൾ ഇന്ന് 1-ാം പേജിൽ ഇടം പിടിച്ച ഒരു ദിവസം കൂടിയാണ്. അത് ദേശീയ വാർത്തകളായാലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പല വാർത്തകളായും. ഇനി നമുക്കും ഒരുപാട് വാർത്തകളുണ്ട്. തിരിച്ച് ഹർഷനിലേക്ക്. ലിജോയാണ് പത്രവാർത്തകളുമായി ഇന്നെത്തിയത്. ഹലോ.